ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്കിവിടെ സുഖമാണ്. ഇന്ന് ഞാൻ സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളായിരുന്നു. അവൾക്കിപ്പം 2 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സേമിയ പായസം ഉണ്ടാക്കി. ശരി, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി അത് വീഡിയോ എടുത്തിടാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്നതാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനിതിനകത്ത് കുറച്ച് നെയ്യ് ആദ്യമേ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ റോസ്റ്റായിട്ട് എടുക്കുക. അപ്പോൾ കരിയാതെ നോക്കണം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പക്ഷെ കരിയാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇത് റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ചവ്വരി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യമേ നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. കാരണം ആദ്യമേ ഇടുന്നത് നമ്മൾ രണ്ടും കൂടി മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടി ഒരുമിച്ചിടുകയാണെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യമേ നമുക്ക് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുന്തിരിങ്ങ കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് വറുത്തെടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഉണ്ടല്ലോ, അത് നമ്മൾ സേമിയക്കകത്ത് ഒഴിച്ചു കൊടുക്കും. അത് രണ്ടും കൂടി കിടന്ന് നന്നായി വെന്തതിന് ശേഷം, അപ്പോൾ ഞാൻ ഇതിനകത്തൊരു വീഡിയോ ആഡ് ചെയ്യാൻ മറന്നു, ഈ പാല് ചേർക്കുന്നത്. അപ്പോൾ പാല് ഞാൻ ഏകദേശം ഒരു 3/4 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തിളച്ച് അത് വറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. നന്നായിട്ടൊന്ന് വറ്റിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തിക്നെസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഒരുപാട് വെള്ളവും ആവില്ല, എന്നാൽ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്ത് ഏലക്ക ചതച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇനി നമ്മൾ അടുത്ത ചെയ്യാനുള്ള ഷുഗറും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ഷുഗറും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്താൽ മതി. അപ്പം നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, കൺസിസ്റ്റൻസി കറക്റ്റാണ്, അധികം വെള്ളമല്ല, എന്നാൽ നല്ല കറക്റ്റ് തിക്കുമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ഞാൻ വച്ചിട്ട് എനിക്ക് അധികം സമയം എടുത്തില്ല, പെട്ടെന്ന് തന്നെ ഞാൻ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.